മറവത്തൂർ കനവിൻ്റെ ഒരു സക്സസ് സെലിബ്രേഷൻ അവിടെ നടന്നിരുന്നു. അപ്പോൾ അന്ന് രാത്രിയിൽ നടക്കുന്ന ഫംഗ്ഷനിൽ ജയറാമും മണിയും കൂടെ ഒരു പ്രാങ്ക് പ്ലാൻ ചെയ്തു. അവരത് ഭയങ്കര വഴക്കിടുന്നതായിട്ടും അവസാനം അവർ അടിയുടെ വക്കത്തെത്തുന്നവരെപ്പോഴത്തേക്ക് പെൺകുട്ടികളെല്ലാം പേടിച്ച് ഓർമ്മയുണ്ട്. ഇവരെല്ലാം പേടിച്ച് കരയാൻ തുടങ്ങി. കാരണം അവർ തമ്മിൽ ഇപ്പോൾ അടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അത്ര സീരിയസ് ആയിട്ട് അവരൊരു ആക്ട് ചെയ്തു ആ പ്രാങ്ക്. അവസാനമാണ് എല്ലാവരും തിരിച്ച് വീട്ടിൽ പോകാം, റൂമിലൊക്കെ പോകാമെന്നൊക്കെ പെൺകുട്ടികളുടെ അമ്മമാരൊക്കെ പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് അത് ബ്രേക്ക് ചെയ്തത്. അങ്ങനെ ഒരുപാട് പിന്നെ നമ്മളെ സംബന്ധിച്ചോളം ഒരു എന്താണ് എല്ലാവരും പറയുന്നുള്ളൊരു ഫാമിലി വെക്കേഷനാണ്. സിയാദിൻ്റെ ഫാമിലി, എൻ്റെ ഫാമിലി, അങ്ങനെ എല്ലാവരും അവിടെ ഉണ്ട്. ഈ കുട്ടികളോടൊപ്പം തന്നെ അവരെല്ലാം കളിച്ച് നടന്ന് ആഘോഷിച്ച് ഞാനൊരിക്കലും ഒരു സിനിമ ഷൂട്ട് ചെയ്യുകയാണെന്നുള്ളൊരു സ്ട്രെസ് എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ഒരു റിലാക്സ്ഡ് ആയിട്ട് ചെയ്ത സിനിമയാണ്. ആ ഒരു റിലാക്സേഷൻ അല്ലെങ്കിൽ ആ ഒരു എൻജോയ്മെൻറ്റ് ഈ സിനിമയിൽ നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ വിഷ്വൽസിനകത്ത്, അതിൻ്റെ പാട്ടുകൾ ചിത്രീകരിക്കുന്നതിനകത്തൊക്കെ നമ്മളെ ആ ഒരു നമ്മളുടെ ആംബിയൻസ് നമ്മളെ വല്ലാതെ എപ്പോഴും ഹെൽപ്പ് ചെയ്യും. ഒട്ടും ടെൻഷനായിട്ടില്ല. ഞാൻ ചെയ്ത മറ്റ് സിനിമകളെ പോലെ ഒരു ഭയങ്കര പിരിമുറുക്കമുള്ള സീനുകളൊന്നും അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് തന്നെ വളരെ എൻജോയ് ചെയ്താണ് നമ്മൾ. എൻ്റെ ആ ഡയറക്ടർ ബോബനായാലും കോസ്റ്റ്യൂമർ സതീഷിനായാലൊക്കെ അവരുടെയൊക്കെ വലിയ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ഉള്ളത് നമ്മളുടെ ക്യാമറാമാനാണ് സഞ്ജീവ് ശങ്കർ. ഇന്നും ഈ റീമാസ്റ്റേർഡ് കോപ്പി കാണുമ്പോൾ അന്നത്തെ ആ ക്വാളിറ്റി അതിൻ്റെ ഏറ്റവും പൂർണ്ണതയിൽ നമുക്ക് വീണ്ടും ആസ്വദിക്കാൻ തിയേറ്ററിൽ കഴിയും.